ഹായ് കൂട്ടുകാരെ, ചേട്ടൻ ഇന്ന് രാവിലെ തന്നെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛനെ ഇന്ന് സ്കൂളിൽ കൊണ്ടാക്കേണ്ടത് എൻ്റെ ജോലിയായിരുന്നു. അങ്ങനെ അവളെ സ്കൂളിലാക്കിയ ശേഷം ഞാൻ നേരെ പോയത് നമ്മുടെ വള്ളിക്കാവ് മാർക്കറ്റിലോട്ടാണ് കേട്ടോ. ഇപ്പം കുറേ ദിവസങ്ങളായി ഞാൻ മാർക്കറ്റിലോട്ടൊക്കെ വന്നിട്ട് ചേട്ടനാണ് മീനും പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത്. അങ്ങനെ എല്ലാ സാധനങ്ങളും ചേട്ടൻ വീട്ടിലെത്തിക്കുന്നതുകൊണ്ട് ഞാൻ മാർക്കറ്റിലോട്ടൊക്കെ വരുന്നത് ഇപ്പോൾ അപൂർവമായി കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ വന്നത് മെയിനായിട്ട് നമ്മുടെ ചീര വാങ്ങാൻ വേണ്ടിയാണ്. ഒരുപാട് ദിവസമായിട്ട് വിചാരിക്കുകയാണ് ചീര വാങ്ങണമെന്ന്. നമ്മുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമീനും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മീൻ്റെ ഭാഗത്തേക്ക് നോക്കിയതേ ഇല്ല. ഞാൻ വേഗം ചീരയും വാങ്ങിയിട്ട് ഇതാ വീട്ടിലോട്ട് പോയി. ചീരയുടെ കൂടെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഉണക്കച്ചെമ്മീനില്ലേ, ഉണക്കക്കൊഞ്ച്, അതും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചീര എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജ് വെച്ചു. എല്ലാം കൂടി ഇവിടെ ആരും അങ്ങനെ കഴിക്കത്തില്ല. ചീര അരിഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ചീര തോരന് വേണ്ടിയാണ് അരിഞ്ഞത്. പക്ഷെ ഞാൻ അവസാനമായപ്പോൾ ചീര അവിയലിനുള്ള പാകത്തിനാണ് കേട്ടോ അരിഞ്ഞെടുത്തത്. അതിൻ്റെ തണ്ടൊക്കെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ്. എനിക്ക് പണ്ട് മുതലേ ചീര അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്തൊരു തക്കാളിയും കൂടി ഇട്ട് നമ്മുടെ സാധാ അരപ്പ് തന്നെ, ചീരത്തോരൻ്റെ അരപ്പ് തന്നെ, പക്ഷെ തക്കാളിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്ന രീതിയിലാണ് കേട്ടോ ചീര അവിയൽ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ആ കുറച്ച് കൊഞ്ചെടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയിട്ടാണ് ഞാനൊന്ന് മൂപ്പിച്ചെടുത്തത്. പിന്നെ നമ്മുടെ സാധാ ചമ്മന്തിക്ക് എടുക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ എടുത്തിട്ട് നമ്മുടെ ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന ഉണക്കക്കൊഞ്ചും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുത്താൽ നല്ല അടിപൊളി ചെമ്മീൻ ചമ്മന്തി റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സാധാരണ ഇടയ്ക്കൊക്കെ വാങ്ങാറുള്ളതാണ്, ഇപ്പം കുറേ നാളായി കേട്ടോ കഴിച്ചിട്ട്. അങ്ങനെ നല്ല ചൂട് ചോറ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ ചമ്മന്തിയും പിന്നെ നമ്മുടെ ചീര അവിയലും, പിന്നെ ഇന്ന് മീനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഇന്നലത്തെ മുളക് കറിയാണ് കേട്ടോ. അതും ഒക്കെ എടുത്ത് പഴയ ഒരു സിനിമയും വെച്ച് ഞാൻ ചോറ് കഴിക്കാൻ എടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ലെങ്കിലും ആ ചെമ്മീൻ ചമ്മന്തി മതി, അടിപൊളിയായിരുന്നേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ. ബൈ.